കനകക്കുന്നിൽ വയോധികയെ കൊലപ്പെടുത്തി മൃതദേഹം കായലിൽ കെട്ടിത്താഴ്ത്തിയ സംഭവത്തിൽ അറസ്റ്റിലായ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. അയൽവാസിയായ പ്രകാശനാണ് പിടിയിലായത്. തെളിവെടുപ്പിന് എത്തിച്ചപ്പോൾ പ്രകാശന് നേരെ നാട്ടുകാർ രോഷം പ്രകടിപ്പിച്ചു. മുതുകുളം തെക്ക് കനകക്കുന്ന് സാധുപുരത്ത് തെക്കതിൽ തങ്കമ്മ എന്ന 80-കാരിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സമീപവാസിയായ കനകക്കുന്ന് കൊച്ചുപടനയിൽ പ്രകാശനുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കഴിഞ്ഞ ദിവസമാണ് പ്രകാശിനെ പിടികൂടിയത്. രാവിലെ 8 മണിയോടെ പ്രതിയെ തൃക്കുന്നപ്പുഴ പോലീസ് സ്റ്റേഷനിൽ നിന്നും പ്രതിയുടെ വീട്ടിലും സംഭവം നടന്ന സ്ഥലത്തും എത്തിച്ചു. തുടർന്നായിരുന്നു തെളിവെടുപ്പ്. തെളിവെടുപ്പിന് മുന്നേ താൽക്കാലിക കേന്ദ്രത്തിൽ വെച്ച് പോലീസ് പ്രകാശിനെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു. 15 മിനിറ്റോളം തെളിവെടുപ്പ് നീണ്ടുനിന്നു. തെളിവെടുപ്പിനെത്തിയപ്പോൾ നാട്ടുകാരുടെ വലിയ പ്രതിഷേധവുമുണ്ടായി. കൂവി വിളിച്ചും അസഭ്യം പറഞ്ഞും പ്രകാശിനോടുള്ള പ്രതിഷേധം നാട്ടുകാർ പ്രകടിപ്പിച്ചു. തങ്കമ്മയുടെ വീടിന് പുറകിലുള്ള കായൽ ഭാഗത്ത് കൃത്യം നടത്തിയ സ്ഥലം പ്രതി പോലീസിന് കാട്ടിക്കൊടുത്തു. ആദ്യഘട്ട തെളിവെടുപ്പിന് ശേഷം അപഹരിച്ച സ്വർണം വീണ്ടെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾക്കായി കായംകുളത്തേക്ക് പ്രതിയെ കൊണ്ടുവന്നു. തുടർന്ന് പ്രതിയുടെ വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തി. തൃക്കുന്നപ്പുഴ SHO, കനകക്കുന്ന് SHO എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ് നടത്തിയത്. അതേസമയം താൻ ഒറ്റയ്ക്കാണ് കൃത്യം നടത്തിയതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പ്രതി സമ്മതിച്ചിട്ടുള്ളതായാണ് പോലീസ് പറയുന്നത്. തങ്കമ്മയെ കല്ലുകെട്ടി കായലിൽ താഴ്ത്താൻ ഉപയോഗിച്ച റോപ്പാണ് പ്രതിയിലേക്ക് എത്താൻ പോലീസിന് സഹായകരമായത്. മത്സ്യബന്ധനത്തിന് സാധാരണ ഉപയോഗിക്കാറുള്ള ഇത്തരം റോപ്പ് ഇടയ്ക്ക് മത്സ്യബന്ധനത്തിന് പോകാറുള്ള പ്രതിയുടെ വീടിന് സമീപത്ത് കണ്ടതായി അയൽവാസികൾ പോലീസിനോട് പറഞ്ഞിരുന്നു. തുടർന്ന് പ്രകാശിന്റെ നീക്കങ്ങൾ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഇയാളുടെ പെരുമാറ്റത്തിലടക്കമുണ്ടായ അസ്വാഭാവികത കൂടി ശ്രദ്ധിച്ചപ്പോഴാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ആഭരണങ്ങൾ മോഷ്ടിക്കുന്നതിനാണ് തങ്കമ്മയെ കൊലപ്പെടുത്തിയതെന്ന കാര്യമടക്കം പ്രകാശൻ സമ്മതിച്ചിട്ടുള്ളതായി പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ കായംകുളം കായലിൽ മത്സ്യത്തൊഴിലാളികളാണ് തങ്കമ്മയുടെ മൃതദേഹം കണ്ടത്. കൈയും കാലും ബന്ധിച്ച് ശരീരത്ത് കല്ല് കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം. ഞായറാഴ്ച രാത്രിയിലാണ് കൊല നടന്നതെന്നാണ് പറയുന്നത്. ഗ്യാസ് സിലിണ്ടർ അകത്തേക്ക് എടുത്തു വെക്കാൻ സഹായിക്കണമെന്ന് പ്രകാശനോട് തങ്കമ്മ പറഞ്ഞിരുന്നത്രേ. ഞായറാഴ്ച രാവിലെ തങ്കമ്മയുടെ വീട്ടിലെത്തി ഗ്യാസ് സിലിണ്ടർ അകത്തു വെച്ച് മടങ്ങിയ പ്രകാശൻ രാത്രി കനത്ത മഴയുള്ളപ്പോൾ വീണ്ടുമെത്തി TV കാണുകയായിരുന്ന തങ്കമ്മയുടെ മുഖത്ത് തലയണ കൊണ്ട് അമർത്തി ശ്വാസം മുട്ടിച്ചാണ് കൊല നടത്തിയതെന്നും സൂചനയുണ്ട്. ഈ കാര്യത്തിലടക്കം വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമേ സ്ഥിരീകരണമുണ്ടാകൂ. CDNet ന്യൂസ്, കായംകുളം.